ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊന്നായ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, അയഅ്ജിസു അഹദുക്കും യഖറഅ സുലുസൽ ഖുർആനി ഫീ ലൈല. ഖുർആനിന്റെ മൂന്നിലൊന്ന് ഒരു രാത്രിയിൽ നിങ്ങൾക്ക് ഓതാൻ കഴിയുമോ? അതായത് 10 ജുസ് ഓതാൻ കഴിയുമോ? അപ്പൊ സഹാബികൾ പറഞ്ഞു, അത് കഴിയില്ലല്ലോ നബിയെ. അയ്യുനാ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്, ഒരു രാത്രി അത്രയും ഓതാൻ പ്രയാസമായിരിക്കുമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുൽ വാഹിദുസ് സമദ് സുലുസുൽ ഖുർആൻ, അല്ലാഹുൽ അഹദുസ് സമദ്, അല്ലാഹു ഏകനാണ് എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ ഇഖ്ലാസ്, അത് ഖുർആനിന്റെ മൂന്നിലൊന്നാണ്. ഖുർആന്റെ മൂന്നിലൊന്ന് ഓതിയ പ്രതിഫലം അത് ഓതിയാൽ തന്നെ ലഭിക്കുന്നതാണ് എന്ന് പഠിപ്പിക്കുകയുണ്ടായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഖുർആനിന്റെ മൂന്നിലൊന്ന് ഓതിത്തരാം. നബി തങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് പോയി. അങ്ങോട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് വീണ്ടും ഉള്ളിലേക്ക് വന്നു. എന്നിട്ട് അപ്പോൾ സഹാബികൾ അങ്ങോട്ടിങ്ങോട്ട് പറഞ്ഞു, എന്തോ പ്രത്യേകമായ വഹ്യി നബി തങ്ങൾക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങ് അവിടുന്ന് പുറത്തേക്ക് പോയി ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അവിടുന്ന് ഉള്ളിലേക്ക് കയറിക്കൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഖുർആനിന്റെ മൂന്നിലൊന്ന് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാമെന്ന്? ഞാൻ നേരത്തെ ഓതിയില്ലേ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, അത് ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ മൂന്നിലൊന്ന് നോട് സമമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ധാരാളമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി, അദ്ദേഹം ഇമാമത്ത് നിൽക്കുമ്പോഴൊക്കെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് എക്സ്ട്രാ ഓതും. സാധാരണ ഒരു സൂറത്ത് ഓതും, പക്ഷെ അതിന്റെ പുറമെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഏറെ ഓതും. അപ്പോ സ്വഹാബികൾ നബിയോട് പരാതി പറഞ്ഞു, ഇങ്ങനെ ഒരാള് സാധാരണ നമ്മൾ ഓതാത്ത നിലക്ക് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് എക്സ്ട്രാ ആയി ആഡ് ചെയ്ത് ഓതുന്നുണ്ട് നമ്മുടെ അമീർ, നമുക്ക് ഇമാമത്ത് നിന്ന ഇമാമ്. അപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്ന്. അദ്ദേഹം പറഞ്ഞു, ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ ഫഅന ഉഹിബ്ബു അൻ അഖ്റഅ ബിഹാ, അത് അല്ലാഹുവിന്റെ സിഫത്തല്ലേ, അല്ലാഹുവിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറയുന്ന സൂറത്തല്ലേ, ഞാൻ അതിങ്ങനെ കുറെ ഓതുന്നത് എനിക്ക് ഇഷ്ടമാണ് നബിയെ. ഇത് നബി തങ്ങൾ സാധാരണ ചെയ്യാറില്ലെങ്കിൽ പോലും സഹാബി അത് ചെയ്തപ്പോൾ, ഞാൻ ചെയ്യാത്തത് എന്തിനു ചെയ്തു എന്ന്, അത് ബിദ്അത്താണ് എന്നൊന്നും പറയാതെ നബി തങ്ങൾ പറഞ്ഞു, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബു, അദ്ദേഹം ആ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അത് എപ്പോഴും പാരായണം ചെയ്ത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് നബി തങ്ങൾ പറയാൻ വേണ്ടി പറയുകയുണ്ടായി. ഇങ്ങനെ വേറെയും സഹാബികൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പതിവാക്കിയപ്പോൾ നബി തങ്ങൾ അവരോട് വേറെയും പറഞ്ഞത് കാണാം. ഒരിക്കൽ ഇതേപോലെ ഇന്നി ഉഹിബ്ബുഹ, ഒരു സഹാബി പറഞ്ഞത്, ഞാൻ എപ്പോഴും അത് ഓതുന്നത് നിസ്കാരത്തിൽ, പ്രത്യേകിച്ച് സാധാരണ ഓതുന്ന സൂറത്തിന്റെ പുറമെ എക്സ്ട്രാ ആയിട്ട് അത് ഓതുന്നത്, ഇന്നി ഉഹിബ്ബുഹ, ഞാൻ അത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നബിയെ. ഈ സമയത്ത് തങ്ങൾ പറഞ്ഞു, ഇന്ന ഹുബ്ബഹ അദ്ഖലക്കൽ ജന്ന, അതിനോട് നീ ഇഷ്ടം വെക്കുന്നത് നിന്നെ സ്വർഗത്തിൽ കടത്തുന്നതാണ്, നീ അതിനോട് ഇഷ്ടം വെക്കുന്നത് നിന്നെ സ്വർഗത്തിൽ കടത്തുന്നതാണ്. അപ്പൊ സ്വർഗത്തിൽ കടത്താൻ ഏറ്റവും ഉതകുന്നതാണ്. അപ്പൊ നമ്മൾ ഒഴിവ് സമയത്ത് വലിയ വലിയ സൂറത്തുകൾ ഓതാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാകും. അവർക്ക് ഏറ്റവും നല്ലൊരു പരിപാടി, അള്ളാഹു നിശ്ചയിച്ചൊരു പരിപാടിയാണ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ആവർത്തിച്ച് ഓതുക എന്നത്. 11 തവണ ഓതിയാൽ സ്വർഗത്തിലെ കൊട്ടാരം അവൻക്ക് കടമയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. വലിയ സൂറത്തുകളൊക്കെ ഓതാൻ പ്രയാസമുള്ളവരുണ്ടാകും. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തെങ്കിലും തെറ്റാതെ കാണാതെ പഠിച്ച് നാം അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ നൃത്തത്തിലോ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒരു 200 തവണ 100 തവണ 50 തവണ അത് പാരായണം ചെയ്യുക. വലിയ മഹത്വമാണ് അതിനുള്ളത്. അതിന്റെ മഹത്വങ്ങൾ ശേഷം പറയുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ മുന്നിട്ട് പോവുകയാണ്.
അപ്പോൾ ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുന്നത് ഞാൻ കേട്ടു. അപ്പോ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. തങ്ങൾ പറഞ്ഞു വജബത്ത് പാസ്സായി എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, എന്താ പാസ്സായത് നബിയെ? അൽ ജന്ന, അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയില്ലേ, അദ്ദേഹത്തിന് സ്വർഗം പാസ്സായി. ഇങ്ങനെ അത് ഓതുന്നതിന്റെ മഹത്വം ധാരാളമാണ്. സ്വർഗം കിട്ടാൻ അത് തന്നെ മതി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ കുല്ല യൗമിൻ 200 മർറ, 200 തവണ ഒരാൾ എല്ലാ ദിവസവും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പാരായണം ചെയ്താൽ മഹിയാൻഹു ദുനൂബു 50 സന, 50 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. നബി തങ്ങൾ 200 തവണ ദിവസവും ഓതാൻ പ്രത്യേകമായി ഓർഡർ ചെയ്യുകയാണ്, പറയുകയാണ്, പ്രേരിപ്പിക്കുകയാണ്. 50 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇല്ലായകൂന അലൈഹി ദൈനുൻ, കടമുണ്ടായാലേക്ക് കടം പൊറുക്കുകയില്ല. അപ്പോ 200 തവണ ഓതൽ പ്രത്യേകം സുന്നത്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും കാണാവുന്നതാണ്. ഫത്ഹുൽ മുഈനിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരിക്കൽ പറഞ്ഞു, മൻ അറാദ യനാമ അലാ ഫിറാശി, ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫനാമ യമീനി ثم قرأ قل هو الله أحد 100 مرة, ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ 100 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ഫഇദാ കാന യൗമൽ ഖിയാമ ഖൂലു റബ്ബി യാ അബ്ദി യദ്ഖുൽ യമീനിക്കൽ ജന്ന, വലതു ഭാഗത്തിലൂടെ സ്വർഗ്ഗത്തിൽ കടക്കൂ എന്നവനോട് പറയുന്നതാണ് എന്ന് കാണാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ ഉദ്ധരിക്കുന്നു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 50 മർറ, ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 50 തവണ ഓതിയാൽ ഗുഫിറത് ലഹു ദുനൂബു 50 സന, 50 തവണ ഓതിയാൽ 50 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. മൻ ഖറഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 10 മർറ, 10 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ബുനിയ ലഹു ഖുസ്റുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവൻക്കൊരു കൊട്ടാരം നിർമ്മിക്കപ്പെടും. അപ്പൊ 10 തവണ പ്രത്യേകം ഓതൽ സുന്നത്താണ്. വമൻ ഖറഅ 20 മർറ ബുനിയ ലഹു ബിഹാ ഖുസ്റാനി ഫിൽ ജന്ന, 20 തവണ ഓതിയാൽ 2 കൊട്ടാരം നിർമ്മിക്കപ്പെടും. വമൻ ഖറഅ 30 മർറ ബുനിയ ലഹു 3 ഖുസൂരിൻ ഫിൽ ജന്ന, 30 തവണ ഓതിയാൽ 3 കൊട്ടാരം സ്വർഗ്ഗത്തിൽ അവൻക്ക് പ്രത്യേകം നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹി ഇന്നാ ലനുക്സിറു ഖുസൂറനാ, ഞങ്ങളുടെ കൊട്ടാരം ഞങ്ങൾ വർദ്ധിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഔസഉ മിൻ ദാലിക്, അല്ലാഹു അതിനേക്കാളും വിശാലമാണ്. നിങ്ങൾ എത്ര വർദ്ധിപ്പിച്ചാലും അതിനേക്കാളും അല്ലാഹു വർദ്ധിപ്പിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഫീ മർളിഹി അല്ലദീ യമൂതു ഫീഹി, മരിക്കുന്ന രോഗത്തിൽ ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ലം യുഫ്തൻ ഫീ ഖബരി, അവന്റെ ഖബറിൽ ഫിത്നയാക്കപ്പെടുകയില്ല, ശിക്ഷ ഉണ്ടാവുകയില്ല. വഉമിന മിൻ ലഗ്തത്തിൽ ഖബർ, ഖബറിൽ ഇടുക്കത്തൊട്ട് കാക്കപ്പെടുന്നതാണ്. വഹമലത്തുൽ മലായികത്തു യൗമൽ ഖിയാമ ബിഅഖുഫിഹാ, മലായികത്തുകൾ അവരുടെ ചിറകിന്റെ മേൽ അവനെ ചുമന്നുകൊണ്ടുപോകും. ഹത്താ തുജീസഹു മിനസ്സുറാത്ത് ഇലൽ ജന്ന, അവനെ സുറാത്ത് പാലത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടത്തുന്നതാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് രോഗത്തിൽ കിടക്കുമ്പോൾ രോഗി മരിക്കുന്ന രോഗമാണെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് വർദ്ധിപ്പിക്കൽ സുന്നത്താണ് എന്നതിന് നമുക്ക് മനസ്സിലാക്കാം, വലിയ ശ്രേഷ്ഠത ലഭിക്കും. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹീന യദ്ഖുലു മൻസിലഹ്, മറ്റൊരു സമയം വീട്ടിലേക്ക് കടക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിക്കൊണ്ട് വീട്ടിലേക്ക് കടക്കൽ സുന്നത്താണ്. അങ്ങനെ ഒരാൾ ഓതിയാൽ നബി തങ്ങൾ പറയുന്നു, നഫത്തൽ ഫഖ്റു നുഫത്തിൽ ഫഖ്റു അൻ അഹ്ലി ദാലികൽ മൻസിലി വഅനിൽ ജീറാൻ, ആ വീടിനെ തൊട്ടും അയൽവാസികളെ തൊട്ടും ദാരിദ്ര്യം ഇല്ലാതെയാക്കപ്പെടുന്നതാണ്. വീട്ടിൽ കടക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് ചൊല്ലി കടക്കൽ സുന്നത്താണ്. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് മർറതൻ ബൂരിക അലൈഹി, ഒരു വട്ടം ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ അവൻക്ക് അല്ലാഹു ബർക്കത്ത് നൽകും. 2 വട്ടം ഓതിയാൽ ബൂരിക അലൈഹി വഅലാ അഹ്ലിഹി, അവൻക്കും അവന്റെ കുടുംബത്തിനും ബർക്കത്ത് ലഭിക്കും. വമൻ ഖറഅ 3 മർറാത്തിൻ ബൂരിക അലൈഹി വഅലാ ജമീഇ ജീറാനി, 3 വട്ടം ഓതിയാൽ അവൻക്കും അവന്റെ അയൽവാസികൾക്കും ബർക്കത്ത് ലഭിക്കും. വമൻ ഖറഅ 12 തവണ ഓതിയാൽ ബനല്ലാഹു 12 ഖസ്റൻ ഫിൽ ജന്ന, 12 കൊട്ടാരം അല്ലാഹു നിർമ്മിക്കും. തഖൂലുൽ ഹഫളത്തു ദലികൂ ബിഹാ നൻദർ ഇലാ ഖസ്രി അഖീനാ, നമ്മുടെ സഹോദരന്റെ കൊട്ടാരത്തിലേക്ക് നമ്മളൊന്ന് പോയി നോക്കാമെന്ന് മലക്കുകൾ പറയും. ഫഇൻ ഖറഅഹാ 100 മർറ, 100 തവണ ഓതിയാൽ കഫറല്ലാഹു അൻഹു ദുനൂബ 50 സന,
50 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. മറ്റുള്ളവരുടെ രക്തം ചിന്തിയിട്ടുണ്ടെങ്കിൽ, കൊന്നിട്ടുണ്ടെങ്കിൽ ഒഴികെ, അതുപോലെ മറ്റുള്ളവരുടെ ധനം അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ഒഴികെ, അപ്പോൾ അത് പൊറുക്കപ്പെടുകയില്ല. ബാക്കിയുള്ള ദോഷങ്ങളൊക്കെ അവൻക്ക് പൊറുക്കും. ഒരാൾ 400 തവണ ഓതിയാൽ കഫറല്ലാഹു അൻഹു ദുനൂബ മിഅത്ത സന, 100 വർഷത്തെ ദോഷം പൊറുക്കപ്പെടും. ഫഇൻ ഖറഅ അൽഫ മറ ലം യമുത് ഹത്താ യറാ മക്കാനു ഫിൽ ജന്ന ഔ യുറാ ലഹ്. ഒരാൾ 1000 തവണ ഓതിയാൽ അവൻ സ്വർഗം, അവന്റെ സ്ഥാനം ഏത്, സ്വർഗത്തിൽ അവന്റെ സ്ഥലം അവൻക്ക് കാണിക്കപ്പെട്ടിട്ടല്ലാതെ അവൻ മരണപ്പെടുകയില്ല. ഇങ്ങനെ ധാരാളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ദാരിദ്ര്യത്തെ പരാതി പറഞ്ഞു, ഫഖറും പ്രയാസങ്ങളും പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ദഖൽതൽ ബൈത ഫസല്ലി മിൻ കാന ഫീഹി അഹദുൻ. നീ വീട്ടിലേക്ക് കടക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സലാം ചൊല്ലുക. വഇല്ലം യകും ഫീഹി അഹദുൻ ഫസല്ലിം അലയ്യ. നീ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്താണ് ഈ കടക്കുന്നതെങ്കിൽ അസ്സലാമു അലൈനാ വ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് മുത്തുനബിക്ക് സലാം ചൊല്ലുക. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സലാം ചെല്ല, ആരുമില്ലെങ്കിൽ മുത്തുനബിക്ക് സലാം ചെല്ല. അതോടുകൂടെ ഖുൽ ഹുവല്ലാഹു അഹദ് മറത്തൻ വാഹിദ. വീട്ടിലേക്ക് കടക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അങ്ങനെ ചെയ്യാൻ വേണ്ടി തങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞപ്പോൾ ആ വ്യക്തി അത് ചെയ്തു. ഫഅദറല്ലാഹു അലൈഹി റിസ്ഖ അയാൾക്ക് അല്ലാഹു വലിയ സമ്പത്തും അഭിവൃദ്ധിയും നൽകി. അയാളുടെ അയൽവാസികൾ വരെ അതിന്റെ സുഖങ്ങൾ അനുഭവിച്ചു എന്ന് കാണാം. അതുകൊണ്ട് ധാരാളം തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതൽ പുണ്യമാണ്. അത് 11, 21, 20, 10 ഇങ്ങനെ ആവാം. ഇനി ദിവസവും 200 ആകാം. അതുപോലെ രോഗത്തിൽ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് ഓതുന്നത് നല്ലതാണ്. അതുപോലെ വീട്ടിൽ കിടക്കുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, രാവിലെയും വൈകുന്നേരവും ഖുൽ ഹുവല്ലാഹു അഹദ് 3 തവണയും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 3 തവണയും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 തവണയും ചൊല്ലിയാൽ അവൻക്കെല്ലാ കാവലും ലഭിക്കുന്നതാണ് എന്നും കാണാം. ഇതൊക്കെ മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി അമലി ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മുടെ അമാലുകളും പ്രവർത്തനങ്ങളും ഈ സംസാരങ്ങളൊക്കെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഖബൂലുള്ള സംസാരങ്ങളാക്കി, പ്രവർത്തനങ്ങളാക്കി ധാരാളം ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖും അള്ളാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.